സർവനന്മകൾക്കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. സർവനന്മകൾക്കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. തവ പാദം നമിക്കുവാൻ ശക്തിയേകണേ. കരുണാകടാക്ഷമാം രക്ഷിതാവേ, തവ പാദം നമിക്കുവാൻ ശക്തിയേകണേ. കരുണാകടാക്ഷമാം രക്ഷിതാവേ, സർവനന്മകൾക്കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. സർവനന്മകൾക്കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നൽകി തന്നിരിക്കുന്നതായ ഹെഡിങ് കർത്താവേ അത് ഞാൻ ആകുന്നുവോ എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു, ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുന്നതായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഈ ഇരിക്കുന്നവരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്നുള്ളത്. എന്നാൽ ഈ വാർത്ത കേട്ട് ദുഃഖത്തിലായിരിക്കുകയാണ് 12 ശിഷ്യന്മാരും. അപ്പോൾ അത് ആരാണെന്ന് അറിയുവാനുള്ളതായ തീഷ്ണതയും ദുഃഖവും ആകാംക്ഷയും അവരുടെ മുഖത്ത് പ്രസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു അതാരാണ് എന്ന് അറിയുവാനുള്ളതായ വാഞ്ഛയോടുകൂടെ അവിടെ ആയിരിക്കുന്നു. കാരണം എല്ലാവർക്കും ഹൃദയപരമായി അവർക്ക് വേദനയുണ്ട്. ഞങ്ങളുടെ ഗുരുവിനെ ഞങ്ങൾ ഒറ്റിക്കൊടുക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതാരാണ് എന്നുള്ളതായ ആ വാഞ്ഛയിൽ ആയിരിക്കുമ്പോഴാണ് ഇപ്രകാരം ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ കർത്താവേ അത് ഞാനാകുന്നുവോ എന്ന് ഇവിടെ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അന്ത്യ അത്താഴ സമയത്ത് കർത്താവായ യേശുവും ഈസ്കരിയോത്തായ യൂദായും മുഖാമുഖം കാണുന്നതായ ആ ഒരു അനുഭവം യേശുക്രിസ്തു ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴത്തെക്കുറിച്ച് വ്യത്യസ്തമായ വിവരങ്ങൾ തിരുവെഴുത്തുകളിൽ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് 4 സുവിശേഷങ്ങളിലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 12 ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് കേട്ട് അവർ ഉള്ളം കലങ്ങിയതായിട്ട് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയ ഗുരുവിനെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത് തീർച്ചയായും തെറ്റാണെന്നും അത് വളരെ മനോവിഷമത്തിന് ഉതകുന്നതായ ഒരു കാര്യമാണെന്നും കർത്താവിൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതീവ ദുഃഖത്തോടും അവരുടെ മനസ്സാക്ഷിയിൽ അതൊരു കുത്തുകൊള്ളുന്ന ചോദ്യമായിട്ട് അങ്ങനെ ഓരോരുത്തരും ചോദിക്കുകയാണ്, കർത്താവേ അത് ഞാനാകുന്നുവോ? അപ്പോൾ ഓരോരുത്തരും ചോദിച്ച കൂട്ടത്തിൽ അവിടെ മാളിക മുറിയിൽ അവർ 2 മനസാക്ഷിയുമായിട്ട് അവിടെ ആയിരിക്കുമ്പോൾ ഗുരുവിനോടൊപ്പം ഇരുന്നു കൊണ്ട് ആത്മാർത്ഥതയും അതിവിശാലതയും നിറഞ്ഞതായ സ്വഭാവ ഉടമകളായി തീർന്നുകൊണ്ട് അവർ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നതായ അനുഭവത്തിലേക്ക് വരുന്ന പത്രോസും അവരോടൊപ്പം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പാദം കഴുകുമ്പോൾ ഗുരു ശിഷ്യന്മാരുടെ കാലുകളൊക്കെയും താഴ്മയോടെ തലോടിക്കൊണ്ട് അവരെ സ്നേഹത്തിൻ്റെതായ പാദം കഴുകിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായ അനുഭവം തങ്ങളുടെ ഗുരു തന്നെ പാദങ്ങളെ കഴുകിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെതായ ശുശ്രൂഷ അവിടെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ആ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും അവിടെ പറയുകയാണ്. അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, എന്നോടുകൂടെ കൈ താലന്തിൽ മുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോരുത്തരും
അത് ഞാനാകുന്നുവോ കർത്താവേ എന്ന് അവിടെ ചോദിക്കുവാൻ ഇടയായിത്തീരുന്നു. ഈ സമയം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ വ്യക്തി ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തിരുവചനം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഗുരുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചതായ യോഹന്നാൻ ഗുരുവിനോട് ഏറ്റവും ചേർന്ന് കിടന്നുകൊണ്ട് അത് ആരാകുന്നുവോ എന്ന് ഒന്നുകൂടെ ചോദിക്കുവാൻ തക്കവണ്ണം ഇവിടെ ഇടയാകുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ കണ്ടം മുറിച്ചു കൊടുക്കുന്ന വ്യക്തി ആയിരിക്കും എന്നിവിടെ പറയുകയാണ്. അപ്പോൾ ഈസ്കര്യോത്ത യൂദായുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ അത് ഞാനാകുന്നുവോ എന്ന് യൂദായും അവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, അത് നീ തന്നെ ആകുന്നു എന്ന് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു കഴിഞ്ഞാൽ നാം ഗുരുവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ പോലും പ്രാപ്തനായിക്കൊണ്ട് അവന്റെ വലയത്തിൽ ആയിത്തീർന്നുകൊണ്ട് സാത്താന്റെ പ്രവർത്തനങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയാത്ത വിധം അവൻ നമ്മെ അടിമപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ കൽപ്പനകളെയൊക്കെയും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതായ കൃപ തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ ഈ പ്രഭാതത്തില് ദൈവം നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഷ്ടതയുടെയും അന്ധകാര ശക്തികളുടെയും ഒക്കെയും വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അധികം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ ആ നല്ല അനുഭവത്തെ നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈസ്കര്യോത്ത യൂദായുടെ അനുഭവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവനെ അവൻ നഷ്ടപ്പെടുത്തുന്നതായ അനുഭവം. അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചും അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുന്നതായ നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ പരസ്പരം നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാൻ ഇടയായിത്തീരും. അപ്പോൾ നാം തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി ലോകത്തുള്ള എല്ലാവരെയും നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് ലോകം വിളിച്ചു പറയുവാൻ തക്കവണ്ണം തമ്മിൽ സ്നേഹത്തിൻ്റെതായ ആ നല്ല അനുഭവത്തെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാതം തീർച്ചയായും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് തമ്മിൽ സ്നേഹിക്കുന്നവരായി തീർന്നുകൊണ്ട് ജീവിപ്പാനുള്ള എല്ലാ കൃപകളും തന്ന സ്വർഗ്ഗത്തിലെ ദൈവം ഈ തിരുവചന ഭാഗത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജന്മദിനമായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഞാനിവിടെ വായിക്കുകയാണ്. അഷിത് അജി ഇരവിപ്പേരൂർ ചർച്ച്, ആരിഷ് തോമ്പിക്കണ്ടം ചർച്ച്, ബിൻസി എം ജോൺസ് കുറ്റപ്പുഴ. അങ്ങനെ ഈ 3 പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ് ഇന്ന്. നമുക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പേര് വായിച്ചതായ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. തുടർന്നുള്ള അവരുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി മുന്നോട്ട് പോകാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്ത കർത്താവെ അവരെ അനുഗ്രഹിക്കണം. തമ്മിൽ സ്നേഹമുള്ളവരായി കൊണ്ട് ജീവിപ്പാൻ, അങ്ങനെ ലോകമെമ്പാടും ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണം. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, കടഭാരത്താലും രോഗത്താലും ദുഃഖത്താലും പ്രയാസത്താലും മരുന്നിന്റെ അടിമകളാലും ഒക്കെയും ആയിരിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അതിനൊക്കെയും വിടുതലും ആശ്വാസവും എൻ്റെ സ്വർഗത്തിലെ ദൈവം കൊടുത്ത് പ്രിയപ്പെട്ട ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.